നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് മാസഫലമാണ്. അശ്വതി നക്ഷത്രത്തിൻ്റെ മെയ് മാസത്തെ മുഴുവൻ ഫലവും നോക്കാം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ പൊതുവെ ഊർജ്ജസ്വലരും ഉത്സാഹമുള്ളവരുമായിരിക്കും. അവർക്ക് കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും കഴിയും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചെയ്യാനും അവർ എപ്പോഴും താല്പര്യം കാണിക്കും. ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വാഭാവികമായ ചാരുതയും ആകർഷണീയതയും ഉണ്ടാകും. ഇത് മറ്റുള്ളവരെ അവരിലേക്ക് എളുപ്പത്തിൽ ആകർഷിക്കാൻ സഹായിക്കും. മധുരമായ സംസാരത്തിലൂടെ മറ്റുള്ളവരുടെ ഹൃദയം കവരാനുള്ള കഴിവ് ഇവർക്ക് ജന്മസിദ്ധമായി ലഭിച്ചിരിക്കും. അവർ വിഭവശാലികളും ഏത് സാഹചര്യങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടുന്നവരുമായിരിക്കും. ബുദ്ധിപരവും തന്ത്രപരവുമായ സമീപനത്തിലൂടെ ഏത് പ്രതിസന്ധി ഘട്ടത്തെയും തരണം ചെയ്യാൻ ഇവർക്ക് കഴിയും. അമിത വേഗതയും എടുത്തുചാട്ടവും ഈ നക്ഷത്രക്കാരുടെ ദൗർബല്യങ്ങളിൽ പെടുന്നു. ചില സമയങ്ങളിൽ അവർ ആവേശത്തോടെ പ്രവർത്തിക്കുകയും പിന്നീട് അതിൽ ഖേദിക്കുകയും ചെയ്യും. ദീർഘകാല ലക്ഷ്യങ്ങൾ നേടാൻ ക്ഷമയും സ്ഥിരോത്സാഹവും വളർത്തേണ്ടത് ഇവരുടെ ആവശ്യമാണ്. അശ്വതി നക്ഷത്രക്കാരുടെ 2025 മെയ് മാസത്തിലെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ സൂര്യൻ ഇടവൻ രാശിയിലായിരിക്കും. സൂര്യൻ ഈ രാശിയിൽ സ്ഥിരതയും ഭൗതിക സുഖങ്ങളോടുള്ള താല്പര്യവും നൽകും. മെയ് 14 സൂര്യൻ ഇടവൻ രാശിയിൽ പ്രവേശിക്കും. ചന്ദ്രൻ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ തുലാം, വൃശ്ചികം രാശികളിലും രണ്ടാം പകുതിയിൽ ധനു, മകരം രാശികളിലുമായി സഞ്ചരിക്കും. ചന്ദ്രൻ്റെ ഈ മാറ്റങ്ങൾ അശ്വതി നക്ഷത്രക്കാരുടെ മാനസികാവസ്ഥയിലും വൈകാരിക തലങ്ങളിലും വ്യതിയാനങ്ങൾക്ക് കാരണമാകും. ചൊവ്വ കർക്കടകൻ രാശിയിലായിരിക്കും. ചൊവ്വ ഈ രാശിയിൽ ഊർജ്ജസ്വലതയും സംരംഭകത്വവും നൽകും. എന്നാൽ ചിലപ്പോൾ ദേഷ്യവും അസ്വസ്ഥതയുമൊക്കെ ഉണ്ടാകും. ബുധൻ മേടൻ രാശിയിൽ പ്രവേശിച്ച് മെയ് 7 ഇടവൻ രാശിയിലേക്ക് മാറും. പിന്നീട് മെയ് 23 മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കും. ഇത് ആശയവിനിമയത്തിനും പഠനത്തിനും താല്പര്യം വർദ്ധിപ്പിക്കും. വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറും. ഇത് സാമ്പത്തികപരമായ വളർച്ചയ്ക്കും ആശയവിനിമയ ശേഷിക്കും സാമൂഹിക ബന്ധങ്ങൾക്കും നല്ലതാണ്. ശുക്രൻ ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് മാറും. ഇത് പ്രണയത്തിനും സൗന്ദര്യത്തിനും താല്പര്യം വർദ്ധിക്കും. ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശിമാറ്റങ്ങൾ 2025 മെയ് മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് പ്രധാനമാണ്. ശനി 2025 മാർച്ച് 29 മീനൻ രാശിയിൽ പ്രവേശിച്ചത് അശ്വതി നക്ഷത്രക്കാർക്ക് 7 ശനി കാലഘട്ടത്തിൻ്റെ തുടക്കമാണ്. ഈ സമയം വെല്ലുവിളികളും കൂടുതൽ ഉത്തരവാദിത്തങ്ങളും സാമ്പത്തികപരമായ ശ്രദ്ധയും ആവശ്യമായി വരും. വ്യാഴം 2025 മെയ് 15 ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കും. ഈ മാറ്റം അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങളും വളർച്ചയും നൽകും. ആശയവിനിമയം, ധൈര്യം, സഹോദരങ്ങളുമായുള്ള ബന്ധം എന്നിവ മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. അശ്വതി നക്ഷത്രത്തിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം നോക്കാം. ഓരോ ഗ്രഹത്തിൻ്റെയും രാശിയിലെ സ്ഥാനം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളെ വ്യത്യസ്ത രീതികളിൽ സ്വാധീനിക്കും. സൂര്യൻ ഇടവൻ രാശിയിൽ നിൽക്കുന്നത് അശ്വതി നക്ഷത്രക്കാരുടെ ഊർജ്ജത്തെയും ആരോഗ്യത്തെയും സ്വാധീനിക്കും. ചന്ദ്രൻ്റെ വിവിധ രാശികളിലെ സഞ്ചാരം അവരുടെ മാനസികാവസ്ഥയിലും വൈകാരിക തലങ്ങളിലും മാറ്റങ്ങൾ വരുത്തും. ഓരോ ആഴ്ചയിലും ചന്ദ്രൻ്റെ സ്ഥാനമനുസരിച്ച് മാനസികാവസ്ഥയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും. ശനി മീനൻ രാശിയിൽ നിൽക്കുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും വെല്ലുവിളികളും നൽകും. രാഹു മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് മാറുന്നത് അപ്രതീക്ഷിതമായ മാറ്റങ്ങളും നേട്ടങ്ങളും നൽകും. 2025 മെയ് മാസത്തിലെ അശ്വതി നക്ഷത്രക്കാരുടെ ജീവിത ഫലങ്ങൾ. തൊഴിൽപരമായി വ്യാഴത്തിൻ്റെ മിഥുനത്തിലേക്കുള്ള മാറ്റം അശ്വതി നക്ഷത്രക്കാർക്ക് പുതിയ തൊഴിലവസരങ്ങൾ നൽകാനാകും. നിലവിലുള്ള ജോലിയിൽ വളർച്ച കൈവരിക്കാനാകും. ആശയവിനിമയം, വിപണനം, ചെറിയ യാത്രകൾ എന്നിവയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പുതിയ സാധ്യതകൾ കാണുന്നു. എന്നാൽ ശനിയുടെ മീനത്തിലെ സ്ഥിതി ജോലിസ്ഥലത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങളും ചില തടസ്സങ്ങളും സൃഷ്ടിക്കും. അതിനാൽ ജോലിയിൽ കൂടുതൽ ശ്രദ്ധയും കഠിനാധ്വാനവും ആവശ്യമായി വരും. രാഹുവിൻ്റെ കുംഭത്തിലെ സ്ഥിതി പുതിയ സംരംഭങ്ങൾക്കും സാങ്കേതിക മേഖലയിലെ ജോലികൾക്കും സാധ്യത നൽകും. ഡിജിറ്റൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും വിപണന പ്രവർത്തനങ്ങൾക്കും എഴുത്ത് പ്രോജക്റ്റുകൾക്കും ഇത് നല്ല സമയമാണ്. സാമ്പത്തികപരമായി വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥാനം അശ്വതി നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ നൽകും. എഴുത്ത്, ഫ്രീലാൻഡിംഗ്, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിലൂടെ വരുമാനം നേടാൻ സാധ്യതയുണ്ട്. എന്നാൽ ശനിയുടെ മീനത്തിലെ സ്ഥിതി ചെലവുകൾ വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരികയും ചെയ്യും. അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധയും കരുതലും പുലർത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. രാഹുവിൻ്റെ കുംഭത്തിലെ സ്ഥിതി അപ്രതീക്ഷിതമായ ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത നൽകുന്നുണ്ട്. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ശനിയുടെ മീനത്തിലെ സ്ഥിതി അശ്വതി നക്ഷത്രക്കാർക്ക് കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യപ്പെടുന്നുണ്ട്. നേത്രരോഗങ്ങൾ, കാൽവേദന, ഉളുക്ക് എന്നിവ വരാനുള്ള സാധ്യതയുണ്ട്.
ചൊവ്വയുടെ കർക്കിടകത്തിലെ സ്ഥിതി ഊർജം നൽകുമെങ്കിലും അമിതമായി പ്രവർത്തിക്കുന്നത് ഒഴിവാക്കണം. അമിതമായ ജോലിഭാരം മാനസികമായ പിരിമുറുക്കത്തിന് കാരണമാവുകയും ചെയ്യും. ശരിയായ വിശ്രമം എടുക്കുന്നതും യോഗയും ധ്യാനവും ചെയ്യുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും സഹായിക്കും. കുടുംബ ബന്ധങ്ങളുടെ കാര്യത്തിൽ വ്യാഴത്തിന്റെ അനുകൂല സ്ഥാനം അശ്വതി നക്ഷത്രക്കാർക്ക് സന്തോഷവും ഐക്യവും നൽകും. സഹോദരങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും ചെറിയ യാത്രകൾ സന്തോഷം നൽകാനും സാധ്യതയുണ്ട്. എന്നാൽ ശനിയുടെ സ്വാധീനം കുടുംബാംഗങ്ങളുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത നൽകുന്നുണ്ട്. അതിനാൽ കുടുംബത്തിൽ ശാന്തതയും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കുക. രാഹുവിന്റെ കുംഭത്തിലെ സ്ഥിതി സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും പുതിയ സൗഹൃദങ്ങൾ നേടാനും സഹായിക്കും. പുതിയ സൗഹൃദ ബന്ധങ്ങൾ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും. പ്രണയ ജീവിതത്തിൽ ശുക്രന്റെ അനുകൂല സ്ഥാനം അശ്വതി നക്ഷത്രക്കാർക്ക് സന്തോഷവും ഐക്യവും നൽകും. പ്രണയബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പവും സന്തോഷവും അനുഭവപ്പെടും. എന്നാൽ ശനിയുടെ സ്വാധീനം ബന്ധങ്ങളിൽ ചില വെല്ലുവിളികൾ സൃഷ്ടിക്കും. അതിനാൽ ബന്ധങ്ങളിൽ സ്ഥിരതയും വിശ്വാസവും നിലനിർത്താൻ ശ്രമിക്കുക. വ്യാഴത്തിന്റെ അനുകൂല ദൃഷ്ടി പ്രണയബന്ധങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകും. വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ബുധന്റെ അനുകൂല സ്ഥാനം അശ്വതി നക്ഷത്രത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ താല്പര്യം വർദ്ധിക്കുകയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ സഹായിക്കുകയും ചെയ്യും. വ്യാഴത്തിന്റെ അനുകൂല ദൃഷ്ടി വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം നേടാൻ സഹായിക്കും. മത്സര പരീക്ഷകളിൽ വിജയം നേടാൻ സാധ്യതയുണ്ട്. എന്നാൽ ശനിയുടെ സ്വാധീനം പഠനത്തിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കാം. അതിനാൽ കൂടുതൽ ശ്രദ്ധയും പരിശ്രമവും ആവശ്യമാണ്. അശ്വതി നക്ഷത്രക്കാർക്കുള്ള പരിഹാരങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. കേതുവിനെ പ്രീതിപ്പെടുത്താൻ അശ്വതി നക്ഷത്രക്കാർക്ക് ചില പരിഹാരങ്ങളുണ്ട്. ഗണപതിയെ ആരാധിക്കുകയും ദർഭപ്പുല്ലും മോദകവും സമർപ്പിക്കുകയും ചെയ്യുക. ഓം ഗം ഗണപതിയേ നമഃ എന്ന മന്ത്രം പതിവായി ജപിക്കുക. ചൊവ്വാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുക. ഒരു ജ്യോതിഷിയുടെ ഉപദേശപ്രകാരം നീലരത്നം ധരിക്കുക. കറുത്ത എള്ള്, കടുക്, എണ്ണ, തേങ്ങ എന്നിവ ദാനം ചെയ്യുക. തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നത് കേതുവിന്റെ ദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. അശ്വഗന്ധ വേര് ബുധനാഴ്ച കേതു നക്ഷത്രത്തിൽ ധരിക്കുന്നത് നല്ലതാണ്. 9 മുഖ രുദ്രാക്ഷം ധരിക്കുന്നത് കേതുവിനെ പ്രീതിപ്പെടുത്താൻ ഉത്തമമാണ്. 2025 മെയ് മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങൾ: എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുക. ക്ഷമയും സ്ഥിരോത്സാഹവും വളർത്തുക. അമിതമായ ആത്മവിശ്വാസം നിയന്ത്രിക്കുക. ചെലവുകൾ നിയന്ത്രിക്കുക. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. കുടുംബ ബന്ധങ്ങളിൽ സ്നേഹവും സൗഹൃദവും നിലനിർത്തുക. പ്രണയബന്ധങ്ങളിൽ വിശ്വാസവും തുറന്ന ആശയവിനിമയവും ഉറപ്പാക്കുക. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പൊതുവെ പറയുമ്പോൾ 2025 മെയ് മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും. വ്യാഴം മിഥുനം രാശിയിലേക്ക് മാറുന്നത് തൊഴിൽപരവും വ്യക്തിപരവുമായ വളർച്ചയ്ക്ക് പുതിയ അവസരങ്ങൾ നൽകും. ആശയവിനിമയം, സാമൂഹിക ബന്ധങ്ങൾ, സാമ്പത്തികപരമായ കാര്യങ്ങൾ എന്നിവയിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാം. എന്നാൽ ശനിയുടെ മീനത്തിലെ സ്ഥിതി ആരോഗ്യപരവും സാമ്പത്തികപരവുമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും കരുതലും ആവശ്യപ്പെടുന്നു. 7.5 ശനി കാലഘട്ടത്തിന്റെ ആരംഭം എന്ന നിലയിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും വെല്ലുവിളികളും ഉണ്ടാകാം. രാഹുവിൻ്റെയും കേതുവിൻ്റെയും രാശിമാറ്റങ്ങൾ ജീവിതത്തിൽ സുപ്രധാനപരമായ കർമ്മ മാറ്റങ്ങൾക്ക് സാധ്യത നൽകുന്നുണ്ട്. അശ്വതി നക്ഷത്രക്കാർ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കുകയും ക്ഷമയും സ്ഥിരോത്സാഹവും വളർത്തുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയും ആരോഗ്യ കാര്യങ്ങളിൽ കരുതലും ഈ മാസത്തിൽ അനിവാര്യമാണ്. മൊത്തത്തിൽ മെയ് 2025 അശ്വതി നക്ഷത്രക്കാർക്ക് ശ്രദ്ധയും കഠിനാധ്വാനവും വഴി മികച്ച ഫലങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കുണ്ടാവുന്ന സംശയങ്ങൾ ചോദിക്കുക. കഴിയുന്നത്ര മറുപടി നൽകുന്നതാണ്. നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് നന്ദി.